പ്രതിപക്ഷ വി ഡി സതീശനെതിരെ പ്രബല സമുദായ സംഘടനകൾ രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും മാറ്റമുണ്ടാകുന്നു. പുതിയ പുതിയ ചർച്ചകൾ ഉയർന്നു വരുന്നു. ബിനിലും പ്രദീപ് ജോസഫും വിവരങ്ങളുമായുണ്ട്. ബിനിൽ, രണ്ട് പ്രധാനപ്പെട്ട സംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഏറെക്കുറെ ഒരേ സ്വരത്തിലുള്ള വിമർശനമാണ് വരുന്നത്. അതിനോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം പിന്നീട് വന്നിട്ടുണ്ടോ? ഈ വിമർശനങ്ങൾ അത് രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രത്തോളം പ്രതിഫലനമുണ്ടാക്കും? രതീഷ്, വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങൾക്ക് നേരത്തെ വി ഡി സതീശൻ മറുപടി നൽകിയിരുന്നു. അതേസമയം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി വന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം ജി സുകുമാരൻ നായരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ജി സുകുമാരൻ നായർ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല. വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ളയാളാണ് NSS ജനറൽ സെക്രട്ടറി എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ വി ഡി സതീശന് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. അദ്ദേഹം തുടർച്ചയായി വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് വി ഡി സതീശൻ ആവർത്തിച്ചു പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ തന്നെ വ്യക്തിപരമായി എന്ത് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും, എത്ര വിദ്വേഷകരമായ കാര്യങ്ങൾ പറഞ്ഞാലും താൻ അതിന് അതേ നാവ് കൊണ്ട് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ പ്രായം, മറ്റൊന്ന് ഇരിക്കുന്ന സ്ഥാനം, ഇത് രണ്ടും ബഹുമാനിച്ചാണ് താൻ മുന്നോട്ട് പോകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയാണതെന്ന് കൃത്യമായി പറയാൻ ഒരു മടിയും ഉണ്ടാവില്ല. ഇനിയും അത് ആവർത്തിക്കുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പുതിയ കൂട്ടുകെട്ടിനുള്ള ഒരു നീക്കം വീണ്ടും സംസ്ഥാനത്ത് സജീവമാകുന്നു എന്നതാണ്. നേരത്തെ 2 തവണ പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു ഐക്യത്തിലേക്കാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായരും വീണ്ടും വാതിലുകൾ തുറക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. 20 വർഷം മുൻപ് NSS SNDP ഐക്യം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും രാമലക്ഷ്മണന്മാർ എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി ആയിരുന്ന പണിക്കരും അന്ന് വലിയ രീതിയിൽ ഫ്ലെക്സുകളൊക്കെ വെച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് പലയിടത്തും നമുക്ക് ആ ഫ്ലെക്സുകൾ കാണാമായിരുന്നു. രണ്ടുപേരും ചേർന്ന് നിൽക്കുന്ന ചിത്രങ്ങളടക്കമുള്ള. പക്ഷേ അധിക ആയുസ് ആ കൂട്ടുകെട്ടിനുണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ NSS SNDPയും അകന്നു പോവുകയാണ് ചെയ്തത്. അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെരുന്നയിൽ നിന്ന് വന്ന ഒരു പ്രസ്താവനയോടുകൂടിയാണ് NSSും SNDPയും തമ്മിലുള്ള ഐക്യം തകർന്നു പോകുന്നത്. അതിനു മുൻപ് അന്ന് ആ പ്രസ്താവന വരുന്നതിന്റെ അന്ന് രാവിലെ NSS ജനറൽ സെക്രട്ടറിയും SNDP ജനറൽ സെക്രട്ടറിയും ഒരുമിച്ച് ചേർത്തലയിലെ തിരുവിഴയിൽ ഒരു ചടങ്ങിൽ പോലും പങ്കെടുത്തിരുന്നു. അതിനുശേഷം വൈകിട്ടാണ് പൊടുന്നനെ ഒരു പ്രസ്താവന വരികയും ഐക്യം തന്നെ പിന്നീട് തകർന്നു പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ഐക്യസ്വരത്തിലേക്ക് അവർ പോകുമ്പോൾ എന്തായാലും UDF നേതാക്കൾ വളരെ കരുതലോടുകൂടിയാണ് പ്രതികരിക്കുന്നത്. അവർ എന്തായാലും ഈ മുരളീധരന്റെ പ്രതികരണത്തിൽ, നേരത്തെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിൽ KPCC പ്രസിഡന്റ് വിശദമായ കാര്യങ്ങൾ പറയാതെ ഒഴിഞ്ഞുമാറലിൽ ഒരു കരുതൽ, രാഷ്ട്രീയ സാഹചര്യത്തിലെ മാറ്റം അത് കൃത്യമായി നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. പ്രദീപ് ജോസഫ് കൂടിയുണ്ട്. പ്രദീപ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ ഇരു നേതാക്കളുടെ സ്വരം ഏറെക്കുറെ ഒരുപോലെയായിരുന്നു. SNDP ജനറൽ സെക്രട്ടറി ലീഗിനെ കഴിഞ്ഞ ദിവസങ്ങളുടെ തുടർച്ചയായി ഇന്നും കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു സംശയത്തിനും ഇടയില്ലാത്ത തരത്തിൽ ശബരിമല വിഷയത്തിൽ സർക്കാരിനെയും LDFനെയും പരിപൂർണമായി പിന്തുണയ്ക്കുന്നുമുണ്ട് NSS. അപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങളിലെ ഒരു മാറ്റം കൂടി പ്രകടമാകുന്നുണ്ട് എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിനെയും BJPയെയും നിശ്ചിതമായി വിമർശിക്കുക കൂടി ചെയ്യുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ ലൈൻ കൂടി പറഞ്ഞു വെക്കുകയല്ലേ? രതീഷ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെയും UDFനെയും കോൺഗ്രസിനെയും സുരേഷ് ഗോപിയെയും CV ആനന്ദബോസിനെയും BJPയെയും ഒക്കെ കണക്കറ്റ് വിമർശിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചെയ്തത്. അതേസമയം ഇടതുമുന്നണിയോടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങേയറ്റം മൃദുവായിരുന്നതാനും മുഖ്യമന്ത്രി തന്നോട് അങ്ങേയറ്റം മര്യാദയുടെയും സ്നേഹത്തോടെയും പെരുമാറുന്നു, താനും തിരിച്ചങ്ങനെ പെരുമാറുന്നു എന്നായിരുന്നു ജി സുകുമാരൻ നായർ പറഞ്ഞത്. അതേസമയം NSSനെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന ഒരേയൊരു നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമാണ് എന്ന് പറഞ്ഞ ജി സുകുമാരൻ നായർ കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയേക്കാൾ യോഗ്യനായ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യവും ഉയർത്തു. ഇതിൽ തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാണ്. കാറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട വാർത്താ സമ്മേളനത്തിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകി. നേരത്തെ വി ഡി സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പെരുന്നയിലെ NSS ആസ്ഥാനത്ത് വന്ന് തെരഞ്ഞെടുപ്പിൽ സഹായം തേടി. എന്നാൽ പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളോടും മറ്റും പറഞ്ഞത് താൻ സമുദായങ്ങളെ തിന്നു നിരങ്ങാനില്ല എന്നാണ്. എന്നാൽ ഇതേ വി ഡി സതീശൻ തന്നെയാണ് ഇത്തരത്തിൽ NSS ആസ്ഥാനത്ത് വന്ന കാര്യം മറച്ചുവെച്ചു. പറവൂരിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മറച്ചുവെച്ചു. താൻ പറവൂരിലെ NSS പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സഹായിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാവാം വലിയ ഭൂരിപക്ഷത്തിൽ സതീശൻ വിജയിച്ചത് എന്നും ജി സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടി. അതേസമയം ഈ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് കാക്കനാട് സിറോ മലബാർ സഭ ആസ്ഥാനത്ത് സന്ദർശനം നടത്തിയിരുന്നു. അവിടെ അദ്ദേഹം ഈ വാക്ക് മാറ്റി പറയുകയല്ലേ ചെയ്തത്? ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും അല്ലേ സതീശൻ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് രൂക്ഷമായ വിമർശനമാണ് ഇരു സംഘടനാ നേതൃത്വത്തിന്റെയും ഭാഗത്ത് നിന്ന്